സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ പ്രാർത്ഥന നടത്തി ജനങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു കൂട്ടക്കരച്ചിലിന്റെ ഈണത്തിലായി. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ ഗുജറാത്ത് ആളുകൾക്കതോർക്കാൻ വയ്യ. മഹാന്റെ പ്രതിനിധികൾ, അദ്ദേഹത്തിന്റെയും കൂട്ടുകാരുടെയും സാന്നിധ്യം വലിയ അനുഗ്രഹമായി കരുതി സിന്ധിലെ ജനങ്ങൾ ആഹ്ലാദഭരിതരാണ്. ബാദ്ഷാ വരികയാണ്. ആവേശകരമായ സ്വീകരണം നൽകുന്ന ഓരോ വീട്ടിലും അലയടിക്കുന്നു. ഗുജറാത്ത് വിടുന്നതിനു മുമ്പ് അവിടത്തെ മുസ്ലിങ്ങൾക്ക് ഒരു നായകനെ തെരഞ്ഞെടുത്തുകൊടുത്തു. രാജകുടുംബാംഗമായ അലി ജനാബ് ഇന്ദ്രത് സിംഗ് അദ്ദേഹത്തിന്റെ പഴയ പേരാണ്. ഇന്ദ്രത് സിംഗ് ബാദ്ഷായിൽ നിന്ന് ഇസ്ലാം മതം കേട്ട് പഠിച്ചു. ബാദ്ഷായുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം തന്നെയായിരുന്നു. അതാണ് ഇന്ദ്രത് സിംഗ് പഠിച്ചത്. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു. ബാദ്ഷാ ജനങ്ങളോട് ഇങ്ങനെ പ്രഖ്യാപിച്ചു: സഹോദരന്മാരെ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നന്നായറിയാം. നിങ്ങളെ നയിക്കാൻ വേണ്ട കഴിവുകൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വിശാല മനസ്കനാണ്, രാജകുടുംബാംഗമാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ നായകനായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഉച്ചത്തിൽ തക്ബീർ ധ്വനികളുയർന്നു. പ്രസംഗവും ദുആയും കഴിഞ്ഞു. പരസ്പരം ദുആ വസിയ്യത്ത് ചെയ്തു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ കുതിരപ്പുറത്ത് കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം ചൊല്ലി. ജനങ്ങൾ കണ്ണീരോടെ സലാം മടക്കി. കുതിര മുൻപോട്ട് കുതിച്ചു. യാത്രാസംഘം പിന്നാലെ നീങ്ങി. അകന്നുപോകുന്ന സംഘത്തെ ജനങ്ങൾ നോക്കിനിന്നു. അവർക്ക് കരച്ചിലടക്കാനായില്ല. ഇനിയൊരു മടക്കമുണ്ടോ? കണ്ടുമുട്ടലുണ്ടോ? അവരുടെ കൽബിൽ ചോദ്യങ്ങൾ നിറഞ്ഞുവന്നു. കുറേക്കാലം കഴിഞ്ഞ് സയ്യിദ് ഇബ്രാഹിം ബാദ്ഷായും സംഘവും സിന്ധിൽ തിരിച്ചെത്തി. സിന്ധ് ആവേശപൂർവ്വം അവരെ സ്വീകരിച്ചു. സിന്ധിലെ മുസ്ലിം ജനസംഖ്യ വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. മതപഠന സൗകര്യങ്ങൾ വിപുലമായിട്ടുണ്ട്. സിന്ധ് ജനതയ്ക്ക് ഒരു നായകനെ തിരഞ്ഞെടുക്കണം. കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിക്കണം. എന്നിട്ട് തനിക്ക് മദീനയിലേക്ക് മടങ്ങണം. ബാദ്ഷായുടെ പരിപാടി അങ്ങനെയാണ്. ദുൽഫുഖാർ അലിഖാൻ സിന്ധിലെ ജനങ്ങളുടെ നേതാവായി ബാദ്ഷാ കണ്ടെത്തിയ മഹാപുരുഷൻ. സിന്ധിലെ മുസ്ലിങ്ങളെ വിളിച്ചുകൂട്ടി ബാദ്ഷാ അവരോട് പ്രസംഗിച്ചു: പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളെപ്പോഴും ഓർക്കണം. സത്യസന്ദേശം സ്വീകരിച്ച് നാം സൗഭാഗ്യവാന്മാരായി തീർന്നിരിക്കുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത്. അപ്പോഴാണ് നബിതങ്ങൾ ഞങ്ങളെ ഇങ്ങോട്ടയച്ചത്. ഞങ്ങളിവിടെ എത്തി അല്ലാഹുവിന്റെ ദീൻ പരിചയപ്പെടുത്തി തന്നു. നിങ്ങളത് സ്വീകരിച്ചു. നിങ്ങൾ ദീനിന്റെ ചിട്ടകൾ പഠിച്ചു. നിങ്ങൾക്കിടയിൽ സമാധാനവും സാഹോദര്യവും വളർന്നു. എതിർപ്പുകൾ വന്നപ്പോൾ നിങ്ങൾ പതറിയില്ല. ഉറച്ചുനിന്നു യുദ്ധം ചെയ്യേണ്ടി വന്നു. രണാങ്കണത്തിൽ നിങ്ങൾ വീരശൂരന്മാരായി ശോഭിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ വലിയ സഹായമെത്തി. സിന്ധിലും ഗുജറാത്തിലും മുസ്ലിങ്ങൾ പ്രതാപമുള്ള സമൂഹമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് കഴിവുണ്ട്. ഗുജറാത്തിലെ ജനങ്ങൾക്കൊരു നായകനെ നിയോഗിച്ച ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. സിന്ധിലെ മുസ്ലിങ്ങൾക്കും ഒരു നേതാവ് വേണം. എല്ലാ നേതൃഗുണങ്ങളും ഒത്തിണങ്ങിയ മഹാപുരുഷനാണ് ദുൽഫുഖാർ അലിഖാൻ. അദ്ദേഹത്തെ നിങ്ങളുടെ നേതാവായി ഞാൻ കാണുന്നു. നിങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത്. ദുൽഫുഖാർ അലിഖാനെ അവർ നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ബാദ്ഷാ പ്രഖ്യാപിച്ചാൽ മതി. ബാദ്ഷാ തങ്ങളുടെ പ്രഖ്യാപനം വന്നു. ജനങ്ങൾ തക്ബീർ ചൊല്ലി അത് സ്വീകരിച്ചു. ബാദ്ഷാ തങ്ങൾ സംസാരം തുടർന്നു: എല്ലാ ദീനീച്ചിട്ടകളും പാലിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കണം. ഞാൻ നിങ്ങളെ ഒരു കാര്യം അറിയിക്കുകയാണ്. നിങ്ങളത് കേട്ട് വിഷമിക്കരുത്, വേദനിക്കരുത്. ഞാൻ മദീനയിലേക്ക് മടങ്ങുവാൻ ഉദ്ദേശിക്കുന്നു. എന്റെ കൂടെ വന്ന ചില മഹാന്മാരെ ഇവിടെ നിർത്തിയാണ് ഞാൻ പോകുന്നത്. ജനക്കൂട്ടം ഒരു ഞെട്ടലോടെയാണ് അത് കേട്ടത്. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ അവരെ കണ്ടു മതിയായിട്ടില്ല. ആ സംസാരം കേട്ട് കൊതി തീർന്നിട്ടില്ല. സ്വദേശത്തേക്ക് പോവരുത് എന്ന് പറയാൻ പറ്റുമോ? പോയാൽ വേർപാടിന്റെ ദുഃഖം സഹിക്കാനാവുമോ? നാളുകൾ നീങ്ങിക്കൊണ്ടിരുന്നു. സിന്ധിലാകെ ദുഃഖം പടർന്നു. മടക്കയാത്ര യാഥാർത്ഥ്യമാവുകയാണ്. വന്ന വഴിയിലെ മടക്കം കരയിലൂടെയാണ് യാത്ര. വ്യാഴാഴ്ചയാണ് യാത്ര എന്ന് വിളംബരം ചെയ്യപ്പെട്ടു. 30,000 അനുയായികളോടൊപ്പമാണ് സിന്ധിൽ വന്നത്. 1000-ലേറെ പേർ മരണപ്പെട്ടുകഴിഞ്ഞു. യുദ്ധങ്ങളിൽ കുറേപ്പേർ കൊല്ലപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥയും രോഗങ്ങളും കാരണം പലരും മരിച്ചു. 500-ൽ-പരം ആളുകളെ സിന്ധിലും ഗുജറാത്തിലും നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടെ പോകുന്നത് 1000-ഓളം ആളുകൾ. വ്യാഴാഴ്ച പുലർന്നു. വേർപാടിന്റെ വേദനയോടെ സിന്ധ് ഉണർന്നു. നിശ്ചയിച്ച സമയമായി. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ പ്രാർത്ഥന നടത്തി. സ്വരമിടറിപ്പോയി. ആമീൻ പറയുന്ന ജനക്കൂട്ടം അവർ നന്നായി കരയുന്നുണ്ട്. ദുആ കഴിഞ്ഞു കൈമുത്തി വാഹനത്തിൽ കയറി സലാം ചൊല്ലി. ബാദ്ഷാ തങ്ങളും സംഘവും നീങ്ങിപ്പോയി. മാസങ്ങളോളം നീണ്ടുനിന്ന യാത്ര. വിജനമായ പാതയിലൂടെ ഏറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ ചെറിയ ജനവാസ കേന്ദ്രങ്ങളിലെത്തും.
അവിടെ ഇറങ്ങി വിശ്രമിക്കും. ബാദ്ഷാ തങ്ങളെ ഓരോ പ്രദേശത്തുകാരും ആദരവോടെ സ്വീകരിക്കും, സൽക്കരിക്കും. ഇന്ത്യയിലെ വിശേഷങ്ങൾ ചോദിച്ചറിയും. ഭക്തിനിർഭരമായ ഹൃദയത്തോടെയാണ് ബാദ്ഷാ തങ്ങൾ സംസാരിക്കുക. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ പറയും. സ്നേഹം നിറഞ്ഞ സഹവാസം. പിന്നെ യാത്ര. പുണ്യമക്കയാണ് ലക്ഷ്യം. ഉംറ നിർവഹിച്ചു നന്ദി രേഖപ്പെടുത്തണം. മക്കയിൽ ഹൃദ്യമായ സ്വീകരണം. കഅബത്തുല്ലാഹ് വിശേഷങ്ങൾ പറയാനും കേൾക്കാനും നിരവധി പേർ. ദിവസങ്ങൾ കടന്നുപോയി. ഇനി മദീനയാത്ര. പുണ്യമദീന പട്ടണം. തിരുദൂതരുടെ റൗളാ ഷരീഫെല്ലാം കാണാൻ കൊതിയായി. ബന്ധുക്കളും നാട്ടുകാരും വിവരമറിഞ്ഞു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ മടങ്ങിവരുന്നു. മദീന ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സംഘം മദീനയിൽ പ്രവേശിച്ചു. ബന്ധുക്കളും അയൽക്കാരും നാട്ടുകാരും ആവേശത്തോടെ വന്നു. സലാം ചൊല്ലി ആലിംഗനം ചെയ്തു സ്വീകരിച്ചു. പലരും പലതും ചോദിക്കുന്നു. ബാദ്ഷാ ചുരുങ്ങിയ രീതിയിൽ മറുപടി നൽകുന്നു. പുണ്യ റൗളാ ഷരീഫിലേക്ക് മനസ്സിടറിപ്പോയി. നിറകണ്ണുകളോടെ സലാം ചൊല്ലി. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. കരച്ചിലടക്കാനാവുന്നില്ല. അങ്ങ് ഏൽപ്പിച്ച ദൗത്യം കഴിയുംവിധം നിർവഹിച്ച് ഈ എളിയവൻ തിരിച്ചെത്തിയിരിക്കുന്നു. മനസ്സിലൂടെ ഓർമ്മകൾ ഒഴുകുകയാണ്. മസ്ജിദുൻ നബവി, അവിടെ ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങളോട് സിന്ധിലെയും ഗുജറാത്തിലെയും അനുഭവങ്ങൾ വിവരിച്ചു. മരണപ്പെട്ടുപോയ മഹാത്മാക്കളെ അനുസ്മരിച്ചു. അവർക്കുവേണ്ടി ദുആ ഇരന്നു. ഇനി സ്വന്തം വീട്ടിലേക്ക്. ബന്ധുക്കൾ കാത്തിരിക്കുന്നു. പിതാവ് സയ്യിദ് അഹമ്മദ് മകനെ ആലിംഗനം ചെയ്തു സ്വീകരിച്ചു. പ്രിയപുത്രൻ അബൂ ത്വാഹിർ. പുത്രൻ വളർന്നിരിക്കുന്നു. എടുത്ത് ഓമനിച്ചു ഉമ്മയുടെ മുമ്പിൽ വന്നുനിന്നു. സലാം ചൊല്ലി ഉമ്മ ആലിംഗനം ചെയ്തു സ്വീകരിച്ചു. വീട്ടിൽ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷം. ആ നിലയിൽ ദിവസങ്ങൾ കടന്നുപോയി. ബാദ്ഷാ തങ്ങളുടെ ആത്മീയ ലോകം വളർന്നിരിക്കുന്നു. വളരെ നേരം മുറാവബയിലാണ്. ഇബാദത്തിൽ മുഴുകിയ നിമിഷങ്ങൾ. വളരെ പേർ കാണാൻ വരും. അവർക്ക് ആത്മീയ ഉപദേശങ്ങൾ നൽകും. ഉറങ്ങിക്കിടക്കുന്ന കൽബുകളെ ഉണർത്തി ദിക്ർ സജീവമാക്കി. സേവനത്തിന്റെ മറ്റൊരു മണ്ഡലം. ആത്മീയ പുരുഷനെന്ന രീതിയിൽ പ്രതിസന്ധി വർദ്ധിക്കുകയാണ്. ഏറെ നേരവും മസ്ജിദുൻ നബവിയിലാണ്. പിതാവിന് ഭരണകാര്യങ്ങളിൽ തന്റെ സഹായം വേണം. ബാദ്ഷാ അത് മനസ്സിലാക്കി ഇടയ്ക്കിടെ പിതാവിനെ സഹായിക്കാനും സമയം കണ്ടെത്തി. ഹിജ്റ 564 മദീനയെ വേദനയിലാഴ്ത്തിയ സംഭവം നടന്നത് ആ വർഷത്തിലാണ്. സയ്യിദ് അഹ്മദ് വഫാത്തായി. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ വല്ലാതെ ദുഃഖിതനായി. മരണാനന്തര കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. പിതാവിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഭരണാധികാരിയായിത്തീർന്നു. സമയം കിട്ടുമ്പോഴെല്ലാം സത്യമത പ്രചാരണത്തിൽ മുഴുകി. ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും സംവാദം നടത്തി. അവരിൽ പലരും ഇസ്ലാം സ്വീകരിച്ചു. കൊല്ലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മദീനയിൽ എന്തുമാത്രം മാറ്റങ്ങളുണ്ടായി. സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു എന്നും പുതിയ മുഖങ്ങൾ കാണാം. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് വരുന്നവർ, സാദാത്തുങ്ങൾ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, സാധാരണക്കാർ, ഒലിയാക്കളേറെ വരുന്നുണ്ട്. നബിതങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു. ഹിജ്റ 580 കാലം ഒരു വെള്ളിയാഴ്ച രാവ്, പുതിയ ചന്തമുള്ള രാത്രിയാണ്. ഇന്ത്യാജി സത്രത്തിൽ ഏർവാടി എന്നൊരധ്യായം ചേർക്കപ്പെടാനിടയാക്കിയ രാത്രി. ആ രാത്രിയുടെ ഓർമ്മ നമുക്കെപ്പോഴും വേണം. സംഭവങ്ങൾ അവിസ്മരണീയം. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ മസ്ജിദുൻ നബവിയിലെത്തി ആരാധനകളിൽ മുഴുകി. ഉറക്കം കൺപോളകളെ തഴുകി. കിടന്നു ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. കസ്തൂരിയുടെ പരിമളം. നിബിതങ്ങൾ തന്റെ സമീപത്തേക്ക് വരുന്നു. അവർണ്ണനീയമായ തേജസ്സുശോഭ കൂടിയ 4 മഹാന്മാർ കൂടെയുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാനുബിന് അഫ്ഫാൻ, അലിയുബിന് അബി ത്വാലിബ്, ആയിരക്കണക്കിന് സ്വഹാബികൾ കൂടെയുണ്ട്. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ നബിതങ്ങളുടെ കരങ്ങൾ പിടിച്ചു ചുംബിച്ചു. പിന്നെ ആലിംഗനം. നബിതങ്ങൾ സംസാരിക്കുന്നു. മകനെ, നേരത്തെ ഞാൻ നിനക്കൊരു ചുമതല ഏൽപ്പിച്ചു. അതേറ്റെടുത്തു നന്നായി നിർവഹിച്ചു. ഇപ്പോൾ മറ്റൊരു ചുമതല ഏൽപ്പിക്കുകയാണ്. തെക്കേ ഇന്ത്യയിലാണ് പാണ്ഡ്യരാജ്യം. അവിടെ ഭരിക്കുന്നത് ക്രൂരനായ രാജാവാണ്. തലസ്ഥാനം മധുരയാണ്. അവിടുത്തെ പ്രധാന തുറമുഖ പട്ടണമാണ് പവിത്രമാണിക്യ പട്ടണം. നിന്റെ കർമ്മരംഗം അവിടെയാണ്. രാജാവിന്റെ കോട്ട ശക്തമാണ്. കൊട്ടാരം വളരെ വലുതാണ്. 2 പുത്രന്മാരും 5 സേനാനായകന്മാരും നയിക്കുന്ന വൻ സൈന്യമുണ്ട്. രാജാവ് വീരപാണ്ഡ്യൻ ഏകാധിപതിയാണ്. ജനങ്ങൾ പൊറുതിമുട്ടിക്കഴിയുകയാണ്. ഒരു വിമോചനത്തിന് കാത്തിരിക്കുകയാണവർ. മോനെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടെ പാണ്ഡ്യരാജ്യത്തേക്ക് കടന്നു ചെല്ലുക. അന്ധവിശ്വാസത്തിലും ബഹുദൈവാരാധനയിലും കഴിയുന്ന ജനങ്ങളെ മോചിപ്പിക്കുക. തൗഹീദിന്റെ പ്രകാശം അവർക്കെത്തിച്ചു കൊടുക്കുക.
വമ്പിച്ച പ്രതിഷേധവും പ്രതിരോധവുമുണ്ടാവും. അക്രമങ്ങൾ പലത് തരണം ചെയ്യാനുണ്ടാവും. എല്ലാ പ്രതിസന്ധികളിലും അല്ലാഹുവിന്റെ സഹായമുണ്ടാവും. ധീരമായി പുറപ്പെടുക. ഈ സന്ദേശം നൽകി നബിതങ്ങൾ അപ്രത്യക്ഷനായി. നബിതങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബികൾക്ക് തെക്കേ ഇന്ത്യയുമായി വ്യാപാരബന്ധമുണ്ടായിരുന്നു. പവിത്രമാണിക്യ പട്ടണം അവർക്ക് സുവർണമായി അറിയാമായിരുന്നു. കിഴക്കരയിൽ അറബികൾ വരാറുണ്ടായിരുന്നു. മുത്തുകൾ, മാണിക്യക്കല്ലുകൾ, ചിപ്പികൾ എന്നിവ അറബികൾ പാണ്ഡ്യരാജ്യത്തെ പട്ടണങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോവാറുണ്ടായിരുന്നു. മുത്തുപേട്ട, പവിത്രമാണിക്യ പട്ടണം എന്നീ സ്ഥലപ്പേരുകൾ ഈ വ്യാപാരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. സുലൈമാൻ നബി, ബൽഖീസ് രാജ്ഞി എന്നിവർ തെക്കേ ഇന്ത്യയിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്തിരുന്നതായി ലോകസഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാമനാഥപുരവുമായുള്ള വ്യാപാരബന്ധത്തെക്കുറിച്ച് സഞ്ചാരക്കുറിപ്പുകളിൽ പറയുന്നുണ്ട്. പാണ്ഡ്യരാജ്യത്തെ മുത്തുകൾ ബൽഖീസ് രാജ്ഞിക്ക് വളരെ ഇഷ്ടമായിരുന്നുവെന്ന് രേഖകളുണ്ട്. ദക്ഷിണേന്ത്യയും അറബികളും തമ്മിലുള്ള വ്യാപാരബന്ധത്തെക്കുറിച്ച് ലോകപ്രസിദ്ധ സഞ്ചാരികളായ മാർക്കോ പോളോയും ഇബ്നു ബത്തൂത്തയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാണ്ഡ്യരാജ്യത്തെക്കുറിച്ചറിയാവുന്ന വ്യാപാരികൾ മദീനയിലുണ്ടായിരുന്നു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ അവരുമായി സംസാരിച്ചു. മദീനയെ പ്രമുഖന്മാരെ വിളിച്ചുകൂട്ടി ബാദ്ഷാ അവർക്ക് തന്റെ സ്വപ്നത്തെക്കുറിച്ച് സംസാരിച്ചു. തൗഹീദിന്റെ പ്രകാശം പരത്താൻ പാണ്ഡ്യരാജ്യത്തേക്ക് പോവുകയാണ്. ഈ ദൗത്യത്തിൽ പങ്കാളികളാവാൻ ഒട്ടേറെ പേർ മുൻപോട്ടു വന്നു. അയൽ രാജ്യങ്ങളിലൊക്കെ വിവരമറിഞ്ഞു. ധാരാളം ആളുകൾ യാത്രയ്ക്കു സന്നദ്ധരായി. തുർക്കിയിൽ നിന്നുവരെ ആളുകൾ സന്നദ്ധത അറിയിച്ചു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ പല രാജാക്കന്മാർക്കും കത്തയച്ച് സഹകരണം തേടി. എല്ലാവരും സഹായം വാഗ്ദാനം ചെയ്തു. സുൽത്താൻ മുഹമ്മദ് ബാദ്ഷാ തന്റെ സൈന്യാധിപനായ അമീർ അബ്ബാസിനെയും ധാരാളം പട്ടാളക്കാരെയും അയച്ചുകൊടുക്കാൻ തീരുമാനിച്ചു. പല യോദ്ധാക്കളും കൂടെ പോവുന്നു. പല നാടുകളിൽ നിന്നെത്തിയ ആയിരക്കണക്കായ യോദ്ധാക്കൾ മസ്ജിദുന്നബവിയിൽ സമ്മേളിച്ചു. റൗളാ ഷരീഫ് സിയാറത്ത് ചെയ്തു. കണ്ണീരോടെ ദുആ ചൊല്ലി യാത്ര ചോദിച്ചിറങ്ങി. സൈനിക നേതൃത്വം വഹിക്കുന്നത് അമീർ അബ്ബാസ്. പുണ്യമദീനയിൽ നിന്നവർ പുറപ്പെട്ടുകഴിഞ്ഞു. ബാദ്ഷാ തങ്ങളുടെ മൂത്ത മകൻ അബൂ ത്വാഹിർ, ഇളയ മകൻ സൈനുൽ ആബിദീൻ, ബാദ്ഷായുടെ അനുജൻ സയ്യിദ് ഇസ്മായിൽ, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഇസ്ഹാഖ് തുടങ്ങിയവർ കൂട്ടത്തിലുണ്ട്. ധാരാളം സ്ത്രീകളും കൂട്ടത്തിലുണ്ട്. ബാദ്ഷാ അവരുടെ പ്രിയമാതാവ് സയ്യിദത്ത് ഫാത്തിമ, സഹോദരി സയ്യിദത്ത് റാബിയ ബീവിയുടെ മകൾ സൈനബ ബീവി, ബാദ്ഷാ അവരുടെ ഭാര്യ സയ്യിദത്ത് അലി ഫാത്തിമ. 121 വനിതകൾ സംഘത്തിലുണ്ടായിരുന്നു. ധാരാളം കുതിരകൾ, ഭക്ഷ്യവസ്തുക്കൾ, ആയുധങ്ങൾ, മരുന്നുകൾ ഇവയെല്ലാമായി സംഘം പുറപ്പെട്ടു. പുണ്യമക്ക ഷരീഫിലെത്തി ഉംറ ചെയ്തു. അവിടെ നിന്ന് ധാരാളം ആളുകൾ സംഘത്തിൽ ചേർന്നു. കമാലുദ്ദീൻ, നുറുദ്ദീൻ, ഷംസുദ്ദീൻ തുടങ്ങിയ പൗരപ്രമുഖന്മാരും സംഘത്തിലുണ്ട്. മക്കയുടെ നായകന്മാർ. സംഘം ജിദ്ദയിലേക്ക് നീങ്ങുകയാണ്. യാത്രക്കാരെ ആക്രമിച്ച് സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു കൊള്ളസംഘം ഈ യാത്രയിൽ കാണാനിടയായി. ആയിരങ്ങളുടെ തക്ബീർ ശബ്ദം അവരുടെ മനസ്സുമാറ്റി. അവർ ബാദ്ഷായുടെ മുമ്പിൽ വന്ന് പശ്ചാത്തപിക്കുകയും തങ്ങളെയും സംഘത്തിൽ ചേർക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അബ്ദുള്ള ഇമയ്യാനായിരുന്നു കൊള്ളത്തലവൻ. അവരെ എല്ലാവരെയും സംഘത്തിൽ ചേർത്തു. പിൽക്കാല ചരിത്രത്തിൽ ഇദ്ദേഹം വീര അബ്ദുള്ള ഇമയ്യാർ എന്നറിയപ്പെട്ടു. സംഘം ജിദ്ദയിലെത്തിച്ചേർന്നു. ഒന്നാമത്തെ പരിപാടി ഉമ്മുമ്മയായ ഹവ്വ ഉമ്മ ബീവിയുടെ ഖബർ സിയാറത്തായിരുന്നു. ഖബറിനരികിൽ ചെന്ന് സലാം ചൊല്ലി ഫാത്തിഹയും സൂറത്തുകളും ഓതി ദുആ ഇരുന്നു. വിശാലമായ കടൽത്തീരത്ത് നിരവധി തമ്പുകൾ സ്ഥാപിച്ചു. അതിൽ വിശ്രമിച്ചു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ ഒരു ദൂതനെ ജിദ്ദ ഭരണാധികാരിയായ സിക്കന്ദർ ബാദ്ഷായുടെ കൊട്ടാരത്തിലേക്കയച്ചു. കൊട്ടാരത്തിലെത്തിയ ദൂതൻ എല്ലാ കാര്യങ്ങളും സിക്കന്ദർ ബാദ്ഷായെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. സിക്കന്ദറും ഏതാനും ഉന്നതന്മാരും ജിദ്ദയിൽ യാത്ര ചെയ്തു. സയ്യിദ് ഇബ്രാഹിം തന്റെ യാത്രയുടെ പ്രാധാന്യം വിവരിച്ചു. സിക്കന്ദർ വികാരാവേശത്തോടെ ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഞാനും ഏതാനും അനുയായികളും തങ്ങളോടൊപ്പം പാണ്ഡ്യരാജ്യത്തേക്കു വരാം. യാത്ര ചെയ്യാൻ കപ്പലുകൾ തയ്യാറാക്കാം. വലിയ കപ്പലുകൾ കേടുപാടുകൾ തീർത്ത് ഉപയോഗപ്രദമാക്കാം. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു പ്രസംഗം ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധൈര്യശാലി മതവും ദുർഘടവുമായ ഒരു യാത്രക്കാണ് നാം ഒരുങ്ങുന്നത്. നാം ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഹബീബായ നബിതങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് നാം പോകുന്നത്. അപരിചിതമായ നാട്ടിലേക്കാണ് യാത്ര. ഏറ്റുമുട്ടലുകൾ നടന്നേക്കാം. ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അതിന് സന്നദ്ധതയുള്ളവർ മാത്രം കൂടെ വന്നാൽ മതി. മറ്റുള്ളവർക്ക് മടങ്ങിപ്പോവാം. യാത്രയ്ക്കു വേണ്ടി ആരെയും നിർബന്ധിക്കുന്നില്ല. ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകും. സകല ത്യാഗങ്ങൾക്കും സന്നദ്ധതയുള്ളവർ കപ്പലിൽ കയറുക. മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ തിരിച്ചുപോകാം. ഉപദേശം തീർന്നു. ദുആ ഇരുന്നു.
ഒരാളും മടങ്ങിപ്പോയില്ല. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. അല്ലാഹുവേ, നിന്റെ ദീനിനെ പാണ്ഡ്യരാജ്യത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളെ നീ സഹായിക്കണമേ, കടലിലും കരയിലും സഹായിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളോട് കൃപ കാണിക്കണമേ. ആളുകൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആമീൻ പറഞ്ഞു. അമീർ അബ്ബാസ് സൈന്യത്തെ 4 ഭാഗമായി തിരിച്ചു. 4 കപ്പലുകളിൽ കയറ്റി ഓരോ കപ്പലിന്റെയും നേതൃത്വം ഓരോ സൈന്യാധിപന്മാരെ ഏൽപ്പിച്ചു. സയ്യിദ് ബാദിർ, സയ്യിദ് മുഹിയുദ്ദീൻ, സയ്യിദ് സൈനുൽ ആബിദീൻ, സയ്യിദ് ഇബ്രാഹിം ബാദ്ഷായുടെ അളിയൻ സയ്യിദ് ഷംസുദ്ദീൻ, ഇവർ 4 കപ്പലുകൾ നിയന്ത്രിക്കും. മറ്റൊരു കപ്പലിൽ സാധനസാമഗ്രികൾ കയറ്റി അതേ കപ്പലിൽ തന്നെ സിക്കന്ദർ ബാദ്ഷാ, സയ്യിദ് ഖമറുദ്ദീൻ, സയ്യിദ് നുറുദ്ദീൻ പിരാർ, അബ്ദുള്ള ഇമയ്യാർ എന്നിവർ കയറി. മറ്റൊരു കപ്പലിൽ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ, പുത്രനായ സയ്യിദ് അബുതാഹിർ, സയ്യിദ് സൈനുൽ ആബിദീൻ എന്നിവരും കുടുംബാംഗങ്ങളും കയറി. കപ്പലുകളുടെ പൊതുനേതൃത്വം അമീർ അബ്ബാസിനായിരുന്നു. സ്ത്രീകളെയെല്ലാം പല കപ്പലുകളിലായി കയറ്റി. കപ്പലുകൾ നിരന്നുകഴിഞ്ഞു. എല്ലാ കപ്പലുകളുടെയും പായകൾ നിവർത്തി. ചന്ദ്രപ്പിറവിയുടെ ചിഹ്നമുള്ള പാതകകൾ ഉയർത്തിക്കെട്ടി. അറബിക്കടലിന്റെ വിശാലമായ വിരിമാറിലൂടെ കപ്പലുകൾ നീങ്ങിത്തുടങ്ങി. യാത്രക്കാർ സ്വലാത്തിലും ദിക്റിലും മുഴുകി. ഭക്തിനിർഭരമായ യാത്ര മണിക്കൂറുകൾ കടന്നുപോയി. ഇപ്പോൾ കര കാണാനില്ല ചുറ്റും. വെള്ളം മാത്രം മീതെ ആകാശം. സമയമാകുമ്പോൾ നിസ്കരിക്കും, ദുആ ചെയ്യും, വിശുദ്ധ ഖുർആൻ പാരായണം, ആഹാരം കഴിക്കും. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നു. ചക്രവാളത്തിൽ ചുവപ്പു പടർന്നു. അവിടെ വെള്ളത്തിനും അതേ വർണ്ണം. പിന്നെ വെളിച്ചം മാഞ്ഞുപോയി. നേർത്ത ഇരുട്ട് പരന്നു. രാത്രിയുടെ ആധിപത്യം. മഗ്രിബും ഇശായും കഴിഞ്ഞു. വളരെയേറെ ഔറാദ് ചൊല്ലിയിരുന്നു. പിന്നെ ആഹാരം കഴിച്ചു, ഉറങ്ങാൻ കിടന്നു. ഓർത്തോർത്ത് കിടന്നു. കടന്നുപോയ ഇന്നലകൾ, അറബ് ജീവിതത്തിന്റെ ഏടുകൾ. ഇന്നിതാ അറബിക്കടലിന്റെ മധ്യത്തിൽ ദിവസങ്ങളോളം കടൽ യാത്രയാണ്. അല്ലാഹു തുണച്ചാൽ തീരത്തിറങ്ങാം. അപരിചിതമായ രാജ്യമെന്തായിരിക്കും? അവിടത്തെ അവസ്ഥ ഒന്നുമറിയില്ല. മനസ്സ് പിടഞ്ഞു. കരളിൽ തട്ടിയ ദുആ. മെല്ലെ ഉറക്കിലേക്ക് വീണു. കാറ്റിന്റെ ഗതിയനുസരിച്ചു. പായക്കപ്പലുകൾ ചലിച്ചുകൊണ്ടിരുന്നു. കപ്പലിൽ കത്തുന്ന വിളക്കുകൾ പരസ്പരം കാണാം. ഒരേ വരിയിൽ അവ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആകാശക്കുളിരിലിമയിൽ അനേകം കോടി നക്ഷത്രങ്ങൾ. അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിവൈഭവം. പാതിരാത്രിയിലും ആരാധനയിൽ മുഴുകിയ ഭക്തന്മാർ പലരുണ്ട്. ഞങ്ങളുടെ ദൗത്യം പരിശുദ്ധമാണ്, അത് വിജയിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥന. ഉറക്കമുണർന്നവർ തഹജ്ജുദിന് തയ്യാറെടുക്കുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ പ്രഭാതത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ചുവപ്പ് പടരുകയാണവിടെ. കപ്പലുകളിൽ സുബഹി വാങ്ക് ഉയരുന്നു. കടൽക്കാറ്റിലൂടെ അത് പരന്നു ഇളകുന്ന കപ്പലിൽ സുബഹി നിസ്കാരം, ദുആകൾ, ഔറാദ്, വിശുദ്ധ ഖുർആൻ പാരായണം, എല്ലാ നയനങ്ങളും കിഴക്കൻ ചക്രവാളത്തിലേക്ക്. അവിടെ പ്രകാശം പരക്കുന്നു. അല്ലാഹുവുമായി അത് കടൽവിതാനത്തിലേക്ക് കടന്നുവരുന്നു. ഇപ്പോൾ കടൽവിതാനം കാണാം. പടിഞ്ഞാറുഭാഗത്ത് ഇരുൾ നീങ്ങിയിട്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ പ്രകാശം ആ ഭാഗത്തേക്കുമെത്തി. കിഴക്കുഭാഗത്ത് അലകൾക്കിടയിൽ നിന്ന് ചുവന്ന സൂര്യൻ ഉയർന്നുവരുന്നു. കടൽവിതാനത്തിൽ ഇളം വെയിൽ പരക്കുന്നു. പിന്നെ വെയിലിന് ചൂടുകൂടി. പകലിന്റെ ആധിപത്യമായി മനസ്സെപ്പോഴും ഭക്തിനിർഭരം. രാപ്പകലുകളിങ്ങനെ പോയി. പലർക്കും ക്ഷീണം കൂടി. കര കാണാൻ മോഹമായി നോക്കി നിൽക്കെ കര കണ്ടു തുടങ്ങി. ഇനി ഏതാനും മണിക്കൂറുകളുടെ യാത്ര. ദൂരം, സമയം പിന്നെയും നീങ്ങി. കപ്പലുകൾ ഓരോന്നായി കരക്കണഞ്ഞു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ് യാത്ര. ഇത് പുണ്യമുള്ള യാത്രയാണ്. കടൽത്തീരത്ത് തമ്പുകളുയർന്നു. വിശ്രമകേന്ദ്രങ്ങൾ. കരയിലെ ജീവിതം ആരംഭിക്കുകയായി. ചരിത്രത്തിന്റെ ഗതിമാറ്റം. ചരിത്രത്തിന്റെ അത്ഭുതകരമായ ഗതിമാറ്റമാണ് നാം ഇനി കാണാൻ പോകുന്നത്. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ ജീവിച്ചിരുന്നപ്പോൾ രാജാക്കന്മാർ അദ്ദേഹത്തെ എതിർത്തു, വെല്ലുവിളിച്ചു, യുദ്ധം ചെയ്തു. അദ്ദേഹവും ഒട്ടനേകം സ്ത്രീപുരുഷന്മാരും യുദ്ധത്തിൽ ഷഹീദായി. ശുഹദാക്കളുടെ എണ്ണം പക്ഷേ ആയിരക്കണക്കിൽ വരാം. യുദ്ധം കത്തിപ്പടർന്നപ്പോൾ വധിക്കപ്പെട്ട കുലീന വനിതകളും നിരവധിയാണ്. രാമനാഥപുരം, തിരുനെൽവേലി, മധുര തുടങ്ങിയ പ്രദേശങ്ങളിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ കിടിലം കൊള്ളിക്കുന്ന ഓർമ്മകൾ പിൽക്കാല തലമുറകൾക്ക് നൽകാൻ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ രാമനാഥപുരം ഭരിച്ചിരുന്ന രാജാവായിരുന്നു മുത്തുകുമാര വിജയ രഘുനാഥ സേതുപതി. ഇദ്ദേഹത്തിന് മക്കളില്ല. ദുഃഖം കടിച്ചിറക്കി ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. ചികിത്സകൾ എത്രയോ നടത്തി, വഴിപാടുകൾ നേർന്നു. ഒന്നും ഫലിച്ചില്ല. പ്രതീക്ഷ നശിച്ചു. ആ സമയത്താണ് അമ്മാവൻ രോഗം മാറിവന്നത്. രാജാവിനോട് ഏർവാടിയിൽ പോവാൻ ഉപദേശിച്ചു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ ജീവിച്ചിരുന്നപ്പോൾ രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ പോയില്ല. ഇപ്പോഴിതാ മരണപ്പെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം ബാദ്ഷായുടെ സന്നിധിയിലേക്ക് ഒരു രാജാവ് അപേക്ഷ സമർപ്പിക്കാൻ പോകുന്നു. ഇത് രഹസ്യയാത്രയല്ല, നാട്ടറിയുന്ന പുറപ്പാടാണ്. രാജാവ്, രാജ്ഞി, ബന്ധുക്കൾ, മന്ത്രിമാർ, ഉന്നതന്മാർ, പടനായകർ, സാധാരണക്കാർ എല്ലാവരുമുണ്ട്. ആവേശകരമായ കാഴ്ച തന്നെ. ബാദ്ഷായുടെ ദർബാറിലേക്ക്. ദർബാറെന്ന് പറയാൻ അന്നിവിടെ കെട്ടിടങ്ങളൊന്നുമില്ല. ശുഹദാക്കളുടെ സന്നിധി തന്നെ. ദർബാർ ഏർവാടിയുടെ അതിർത്തിയിലെത്തി. രാജാവും രാജ്ഞിയും കുതിരപ്പുറത്ത് നിന്നിറങ്ങി.
എല്ലാവരും ഇറങ്ങി പാദരക്ഷകൾ ഊരി, ബഹുമാനക്കുറവ് വന്നുപോകരുത്, എവിടെയൊക്കെയാണ് ഖബറുകൾ ഉള്ളത് എന്നറിയില്ല, വളരെ സൂക്ഷിച്ചു നടന്നു. എല്ലായിടത്തും കാടുപിടിച്ചു കിടക്കുന്നു. വള്ളികളും ചെടികളും വകഞ്ഞുമാറ്റി നടന്നു. അകലെ ഒരാൾ രൂപം കണ്ടു. മുജാവർ ഇബ്രാഹിം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം കേൾക്കാം. രാജാവിന്റെ മനസ്സ് പിടയാൻ തുടങ്ങി. വല്ലാത്തൊരു ഭയം മനസ്സിൽ നിറഞ്ഞു. രാജ്ഞിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുജാവർ ഇബ്രാഹിം എഴുന്നേറ്റു നിന്നു. മുസ്ഹാഫ് അടച്ചുവെച്ചു. രാജാവും രാജ്ഞിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖബറിനരികിൽ വീണു. ആ മണൽത്തരികിൽ കണ്ണുനീർത്തുള്ളികൾ വീണു. ഞങ്ങൾക്കൊരു പുത്രനെ തരണം, ഇവിടത്തെ അനുഗ്രഹം കൊണ്ട് തരണം തന്നേ തീരൂ. പ്രതിഫലമായി എന്തു വേണമെങ്കിലും ചെയ്യാം. രാജദമ്പതികൾ തൊണ്ടയിടറി പ്രാർത്ഥിക്കുകയാണ്. കൂടെ വന്നവരെല്ലാം കരയുന്നു, കരളുരുകി പ്രാർത്ഥിക്കുന്നു. മുജാവർ ഇബ്രാഹിം വലിയുല്ലാഹി അവർകൾ രാജാവിനെയും കൂടെയുള്ളവരെയും സമാധാനിപ്പിച്ചു. ശാന്തരാക്കി അദ്ദേഹം ഫാത്തിഹ ഓതി ദുആയിരുന്നു. സർവശക്തനായ അല്ലാഹുവേ, ഈ രാജ്യം ഭരിക്കുന്ന രാജാവിന് അനന്തരാവകാശികളില്ല. അല്ലാഹുവേ, അവരുടെ സങ്കടം നിനക്കറിയാം. അവർക്കൊരു പുത്രനെ നൽകാൻ നിനക്കൊരു പ്രയാസവുമില്ലല്ലോ. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ ഹക്കുകൊണ്ട് നീയവർക്ക് പുത്രനെ നൽകണമേ. അല്ലാഹുവേ, സകല കാര്യങ്ങളും നിന്നിൽ അർപ്പിച്ചുകൊണ്ട് ഞാനിതാ അവർക്ക് വാക്ക് നൽകുകയാണ്. ഒരു പുത്രൻ ജനിക്കുമെന്ന് ഞാനവർക്ക് ഉറപ്പ് നൽകുകയാണ്. ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നീ കബൂൽ ചെയ്യണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ കഴിഞ്ഞപ്പോൾ മുജാവർ ഇബ്രാഹിം വലിയുല്ലാഹിയും കരഞ്ഞുപോയി. ഖബറിന്റെ ഭാഗത്തുനിന്ന് ഒരു പിടി മണ്ണെടുത്ത് രാജാവിന് കൊടുത്തു. വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറഞ്ഞു. രാജദമ്പതികളുടെ മനസ്സിൽ വെളിച്ചം വീശിയതുപോലെ വല്ലാത്തൊരു പ്രതീക്ഷ നിരാശ പോയി. ഇവിടെ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. സന്ദർശകർക്ക് വിശ്രമിക്കാൻ സൗകര്യം വേണം. വഴി ശരിയാക്കണം. ദൂരെ നിന്ന് വരുന്നവർക്ക് ആഹാരം നൽകണം. രാജാവ് പറഞ്ഞു, ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഏർവാടി ഉണരുകയാണ്. ശുഹദാക്കളുടെ ശക്തി ലോകമറിയാൻ പോവുകയാണ്. രാജാവും പരിവാരങ്ങളും മടങ്ങിപ്പോയി. ഏറെ നാൾ കഴിഞ്ഞില്ല രാജ്ഞി ഗർഭിണിയായി. നാട്ടിലാകെ വാർത്തയായി. രാജാവും പരിവാരങ്ങളുമിടയ്ക്കിടെ ഏർവാടിയിൽ വരും. അവിടെ സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. മുജാവർ ഇബ്രാഹിം വലിയുല്ലാഹി സ്വപ്നദർശനത്തിലൂടെ നിരവധി ഖബറുകൾ മനസ്സിലാക്കി മണ്ണുകൂട്ടിവെച്ച് അടയാളപ്പെടുത്തി. ബാദ്ഷായുടെ തൊട്ടുടുത്ത് ഉമ്മയുടെ ഖബർ 18-ാം വയസ്സിൽ വീരരക്തസാക്ഷിയായ മകൻ അബുതാഹിറിന്റെ ഖബറും അടുത്തുതന്നെ. അധികം അകലെയല്ലാതെ ഭാര്യയുടെ ഖബർ, അതിനപ്പുറം സഹോദരിയുടെ ഖബർ. ഖബറുകൾ കൂടുതലായി തെളിഞ്ഞുവരികയാണ്. കാടുകൾ വെട്ടുന്തോറും ഖബറുകൾ തെളിയുന്നു. അതിനകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണെന്ന് മുജാവർ ഇബ്രാഹിം മനസ്സിലാക്കുന്നു. മാസം തികഞ്ഞു. രാജ്ഞി പ്രസവിച്ചു. തേജസ്സുള്ള പുത്രനെ. നാട്ടിനുത്സവമായി. രാജ്ഞിയെയും കുഞ്ഞിനെയും ഖബറിലേക്ക് കൊണ്ടുപോവാൻ രാജാവിന് ധൃതിയായി ശുദ്ധിയാവണം. അതിന് 40 നാൾ കാത്തിരിക്കണം. ആഘോഷകരമായ 40 നാളുകൾ. 41-ാം ദിവസം പിറന്നു. രാവിലെ തന്നെ രാജ്ഞി കുളിച്ചൊരുങ്ങി വന്നു. പുതിയ ഉടുപ്പുകളും ആഭരണങ്ങളും ധരിച്ചു തോഴിമാർ ഒരുങ്ങിവന്നു. ബന്ധത്തിൽപ്പെട്ട ധാരാളം പേർ എത്തി. രാജാവ് രാജചിഹ്നങ്ങളണിഞ്ഞു. കുതിരപ്പുറത്ത് കയറി. ആവേശം അലതല്ലിയ യാത്ര. അകലെ മലഞ്ചെരിവിൽ താഴ്ന്ന ജാതിക്കാരുടെയും ആദിവാസികളുടെയും നിരവധി കുടിലുകളുണ്ട്. കാലികളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന ഇടയന്മാരുണ്ട്. എല്ലാവരും കൂട്ടം കൂടി നിന്ന് ആ കാഴ്ച കാണുകയാണ്. എല്ലാ കണ്ണുകളിലും വിസ്മയം നിറഞ്ഞു നിൽക്കുന്നു. ഏർവാടിയുടെ അതിർത്തിയിലെത്തിയപ്പോൾ വാഹനപ്പുറത്ത് നിന്നിറങ്ങി പാദരക്ഷകൾ ഊരിമാറ്റി വളരെ വിനയാന്വിതരായി ഖബറിനടുത്തെത്തി. കുഞ്ഞിനെ ഖബറിനരികിൽ കിടത്തി. വല്ലാത്തൊരു സമർപ്പണം. റാണിക്ക് കരച്ചിലടക്കാനാവുന്നില്ല. വലിയ പാത്രം അടുപ്പത്തുവെച്ചു ആഹാരമുണ്ടാക്കുകയാണ്. അവിടെ കൂടിയവർക്കെല്ലാം ആഹാരം നൽകണം. ആഹാരം വെന്ത് പാകമായി വരുന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. പാത്രത്തിന്റെ അടിഭാഗം പിളർന്നു. രാജാവും രാജ്ഞിയും ഞെട്ടി. ആഹാരം താഴെ പോകുമല്ലോ, ഇതെന്തിന്റെ ലക്ഷണമാണ്? അത്ഭുതം. ആഹാരം പാത്രത്തിനകത്ത് തന്നെ കിടന്നു. താഴെപ്പോയില്ല. വന്നവർക്കെല്ലാം ആഹാരം നൽകി. പാത്രത്തിലെ വിള്ളൽ അങ്ങനെ തന്നെ കിടക്കുന്നു. ഏർവാടിയിലെ ഖബറുകൾക്ക് സംരക്ഷണം വേണം. കാലമെത്ര കടന്നുപോയാലും ഇവിടെ തീർത്ഥാടകർ വരണം. മുജാവർ ഇബ്രാഹിമിന്റെ സന്താന പരമ്പരയിൽ വരുന്ന പുത്രന്മാർ ഇതിനെ സംരക്ഷിക്കണം. അതിന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരരുത്. അങ്ങനെയൊക്കെ രാജാവ് ചിന്തിച്ചു. അതിനു വേണ്ടതൊക്കെ താൻ ചെയ്യും. രാജാവിന്റെ പ്രഖ്യാപനം. രാജാവും മുജാവർ ഇബ്രാഹിമും ചേർന്ന് ചില കരാറുകൾ എഴുതിയുണ്ടാക്കി. 6666 ഏക്കർ സ്ഥലം മക്ബറയ്ക്കു വേണ്ടി വിട്ടുകൊടുത്തു. മുജാവർ ഇബ്രാഹിമിന്റെ പേരിൽ ചെമ്പു പട്ടയം നൽകി. കാലാകാലങ്ങളിൽ അത് സംരക്ഷിക്കേണ്ടത് മുജാവർ ഇബ്രാഹിമിന്റെ സന്താന പരമ്പരയിലെ പുരുഷന്മാരാകുന്നു. ജീവിതകാലത്തേക്കാൾ ശക്തമാണ് മരണശേഷമുള്ള അവസ്ഥ. എല്ലാ ദിക്കുകളിൽ നിന്നും രോഗികളുടെ നിലക്കാത്ത പ്രവാഹം. ആവശ്യക്കാരുടെ ആഗമനം. പ്രശ്നങ്ങളുടെ കുരുക്കിൽപ്പെട്ടവർ, സിഹ്ർ ബാധിച്ചവർ, പിശാചിന്റെ ശല്യമുള്ളവർ, ഇവരെല്ലാം ഏർവാടിയിലേക്കൊഴുകുന്നു. രോഗം മാറിയതിന്റെ 1000 അനുഭവങ്ങൾ. നാട്ടിൽ സംസാരവിഷയമായി പ്രയാസം നീങ്ങിക്കിട്ടിയ 1000 അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
ഔലിയാക്കന്മാർ മനുഷ്യവർഗത്തെ സ്നേഹിച്ചു, മനുഷ്യവർഗം അവർക്കു സ്നേഹം തിരിച്ചു നൽകുന്നു. ഈമാൻ കിട്ടി മരിക്കണം, അതിന് ഔലിയാക്കന്മാരുടെ സഹവാസം വേണം. ഔലിയാക്കന്മാരുടെ സഹവാസം തേടി ഏർവാടിയിലെത്തിയവർ പല മതക്കാരാണ്. നബിതങ്ങൾ പ്രതിനിധിയായി തെക്കേ ഇന്ത്യയിലേക്കയച്ച മഹാനാണ് സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ അവർകൾ. പ്രതിനിധിയായി സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടത് ദക്ഷിണേന്ത്യക്കാരുടെ കടമയല്ലേ? നബിതങ്ങളുടെ നിർദ്ദേശമനുസരിച്ചു വന്ന ബാദ്ഷാ തങ്ങളെ മറന്നുകളയാമോ? ചിന്തിക്കുക, ഗൗരവമായി ചിന്തിക്കുക. പ്രതിനിധിയെ മറന്നാൽ നബിതങ്ങൾ നമ്മെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നുകൂടി ചിന്തിക്കുക. രക്തസാക്ഷികളുടെ നാട്. നിങ്ങൾ ഏർവാടി ദർഗാ ഷരീഫിലേക്ക് കടന്നു ചെല്ലുകയാണ്. മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ തിരുസന്നിധിയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. വളരെയേറെ ബഹുമാനത്തോടെ സലാം ചൊല്ലി പ്രവേശിക്കാം. പ്രധാന ദർഗയിൽ ഒരു മുറിക്കുള്ളിൽ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ ഖബറ് കാണാം. ബാദ്ഷാ തങ്ങളുടെ വന്ധ്യമാതാവ് സയ്യിദത്ത് ഫാത്തിമയുടെ ഖബറും കാണാം. തൊട്ടടുത്ത മുറിയിൽ ബാദ്ഷാ തങ്ങളുടെ ഓമനപുത്രൻ സയ്യിദ് അബുതാഹിർ തങ്ങളുടെ ഖബറിടവുമുണ്ട്. ബാദ്ഷാ തങ്ങളുടെ ഭാര്യയും അബുതാഹിർ ഉമ്മയുമായ ധീരവനിത സയ്യിദത്ത് അലിഫാത്തിമ എന്ന സൈനബീവിയുടെ ഖബർ മറ്റൊരു കെട്ടിടത്തിലാണ്. ശുഹദാക്കളായ അനേകം വനിതകൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ബാദ്ഷാ തങ്ങളുടെ സഹോദരി ധീരവനിതയായ സയ്യിദത്ത് റാബിയയുടെ ഖബർ മറ്റൊരു കെട്ടിടത്തിൽ കാണാം. ഇബ്രാഹിം വലിയുല്ലാഹി മുജാവർ തങ്ങളുടെ ഖബർ സമീപത്ത് തന്നെയുണ്ട്. ധീരരക്തസാക്ഷികളായ സയ്യിദ് ഷംസുദ്ദീൻ, സയ്യിദ് ഖമറുദ്ദീൻ, സയ്യിദ് നൂറുദ്ദീൻ ഓഫ്, സയ്യിദ് സൈനുൽ ആബിദീൻ തുടങ്ങിയവർ സമീപത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ദർഗാ ഷരീഫിൽ നിന്ന് 1 കിലോമീറ്റർ പോയാൽ കാട്ടുപള്ളിയിലെത്താം. നിരവധി മഹാന്മാർ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബാദ്ഷാ തങ്ങളുടെ പ്രധാനമന്ത്രിയും സൈന്യാധിപനുമായിരുന്ന അമീർ അബ്ബാസ് തങ്ങളുടെ മഖ്ബറ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്ത വീരരക്തസാക്ഷികളായിത്തീർന്ന നൂറുകണക്കിനാളുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. സൈന്യത്തിൽ ധാരാളം ഡോക്ടർമാരുണ്ടായിരുന്നു. അവരും ഷഹീദായി. ഡോക്ടർ സയ്യിദ് അബ്ദുൽ ഹക്കീം എന്നവരുടെ ദർഗ പ്രസിദ്ധമാണ്. അവിടെ ഇപ്പോഴും ചികിത്സയുണ്ട്. മാരകമായ രോഗങ്ങൾ സുഖപ്പെടുന്നു. അദ്ദേഹം ബാദ്ഷാ തങ്ങളുടെ പ്രധാന ഡോക്ടറായിരുന്നു. അബ്ദുള്ള ഷഹീദ്, അബ്ദുൽ ഖാദിർ സംദാനി ഓഫ് കമാം, സയ്യിദ് ഖാദിർ മുഹിയുദ്ദീൻ എന്നീ ശുഹദാക്കൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. മറ്റനേകം ശുഹദാക്കൾ ഇവിടെയുണ്ട്. ദർഗാ ഷരീഫിൽ നിന്ന് കാട്ടുപള്ളിക്ക് പോകുന്ന വഴിയിൽ ഖബറുകളുണ്ട്. ഒരു ഭരണകൂടമാണ് ദർഗാ ഷരീഫ്. അവിടെ കേസുകളെടുക്കുന്നു, വിചാരണ നടക്കുന്നു, വിധി പ്രഖ്യാപിക്കുന്നു. പിശാചിന്റെ ഉപദ്രവത്താൽ ഗതിമുട്ടിയവർക്കിവിടെ നിന്ന് ആശ്വാസം ലഭിക്കുന്നു. അന്ന് സൈന്യത്തിൽ ഡോക്ടർമാരും ലേഡി ഡോക്ടർമാരും നഴ്സുമാരും മരുന്ന് നൽകുന്നവരുമെല്ലാം ഉണ്ടായിരുന്നു. ഇന്നും അവരെല്ലാം സജീവരംഗത്തുണ്ട്. നമ്മുടെ ബാഹ്യനയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം. ഉറങ്ങിക്കിടക്കുന്ന രോഗികൾക്ക് ഇഞ്ചക്ഷനും മരുന്നുകളും നൽകുന്നു. ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ നടക്കുമ്പോൾ സഹായികളായി പലരും എത്താറുണ്ട്. ഡോക്ടർമാരിൽ ഏറ്റവും പ്രധാനി അബ്ദുൽ ഹക്കീം അവർകളാകുന്നു. ഈസ്റ്റ് ജഹ്ഫർ സ്വാദിഖ്, അബ്ദുള്ള ഈസ്റ്റ് യൂസുഫ് എന്നിവരും പ്രധാനികൾ തന്നെ. ലേഡി ഡോക്ടർമാരിൽ റുഖിയ ഉമർ, ജൈലാനി ഉമ്മാൾ എന്നിവർ പ്രധാനികളാണ്. മഹ്മൂദ ബീവി, സുഹറ ബീവി എന്നിവർ നഴ്സുമാരിൽ പ്രധാനികളാകുന്നു. ഇവരുടെയെല്ലാം ഖബറുകൾ ഇവിടെയുണ്ട്. ധീരനായകൻ അഹ്മദ് വലിയുള്ള, പടത്തലവൻ വീര അബ്ദുള്ള, സേനാനായകന്മാരായ അബ്ദുള്ള ഗഫൂർ, സയ്യിദ് മാലിക് മീരാൻ സാഹിബ്, ചന്ദനപീർ, ഹംസത്തുൽ ബഷീർ എന്നിവരും ഇവിടെയുണ്ട്. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ ബന്ധുവായ സയ്യിദത്ത് കുൽസും ബീവി, അവരുടെ മകൾ ബിൽബീസ്, ഡോക്ടർ റുഖിയ, നഴ്സുമാരായ ഖൈറുന്നിസ, മൻസൂറ എന്നിവരുടെ അന്ത്യവിശ്രമ കേന്ദ്രവും ഇതുതന്നെ. വാൽനോക്കം എന്ന സ്ഥലത്ത് ചില ശുഹദാക്കളുണ്ട്. രാമേശ്വരത്തിനടുത്ത സുന്ദരമുടയാൻ പട്ടണത്തിലും ശുഹദാക്കളുണ്ട്. കീഴക്കരയിൽ ധാരാളം ശുഹദാക്കളുണ്ട്. ഇവരിൽ പലരുടെയും മക്ബറകൾ പ്രസിദ്ധമാണ്. ബാദ്ഷാ തങ്ങളുടെ കൂടെ വന്ന സയ്യിദ് അലി വലിയുല്ല ഷഹീദ് പെരിയ പട്ടണത്തും മുഹിയുദ്ദീൻ സാഹിബ് വലിയുല്ല ആ മറക്കായർ പട്ടണത്തും അന്ത്യവിശ്രമം കൊള്ളുന്നു. ബാദ്ഷാ തങ്ങളുടെ 5 പടത്തലവന്മാരെ പാണ്ഡ്യസൈന്യം വഞ്ചിച്ചുകൊന്നു. അവരുടെ മക്ബറകൾ മാനമധുരയിലാകുന്നു. പാഞ്ചബീർ ശുഹദാക്കൾ, ദർഗ സിക്കന്ദർ. ബാദ്ഷാ തങ്ങളുടെ മക്ബറ പ്രസിദ്ധമാണ്. വളരെയേറെ ശുഹദാക്കൾ കായൽ പട്ടണത്തുണ്ട്. എണ്ണമറ്റ മഹാത്മാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ തമിഴ്നാടിന്റെ മണ്ണിൽ പലയിടത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നു. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളും അനുയായികളും മഹാന്മാരായതെങ്ങനെ? ശരീഅത്തും ത്വരീഖത്തും അവരെ മഹാന്മാരാക്കി. മുറാഖബയിലൂടെ അവർ ആത്മീയതയുടെ ഉന്നത പദവികളിലെത്തിച്ചേർന്നു. ആത്മീയതയുടെ വെളിച്ചത്തിലേക്ക് അവർ ജനങ്ങളെ നയിച്ചു. ഏർവാടി മക്കാമിലെത്തുന്ന ചിലരുടെ ദുആയിലെ പ്രധാന ആവശ്യം മുറബ്ബിയായ ഷെയ്ഖിലേക്ക് എത്തിക്കണമേ എന്നായിരിക്കും. സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ അവർകൾ പലർക്കും ഷെയ്ഖിനെ കാണിച്ചുകൊടുത്തിട്ടുണ്ട്. നമ്മളും ഏർവാടിലെത്തുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. മുറബ്ബിയായ ഷെയ്ഖിനെ കാണിച്ചുതരാൻ വേണ്ടി സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ചോദിച്ചാൽ കിട്ടും. ഇൻഷാ അല്ലാഹ് കിട്ടിയാലോ? ഔലിയാക്കന്മാരുമായുള്ള ബന്ധം സുദൃഢമാക്കി തീർക്കാൻ അതുവഴി സാധിക്കും. ഖബർ സിയാറത്ത് സുന്നത്താണ്. അതിനെ എതിർക്കുന്നത് വലിയ വിവരക്കേടും വിശേഷിച്ച് നബിയുടെ റൗളാ സിയാറത്തിൽ തർക്കിക്കുന്നവൻ വഴിപിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണെന്ന് ശർവാനി ഉദ്ധരിക്കുന്നു.
ഏർവാടി ശുഹദാക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.